നമസ്കാരം. നടൻ മുകേഷ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് 10 വർഷം തികയാണ്. MLA ആയി. ഈ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു. ഇനിയും മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അങ്ങനെയില്ല, 10 വർഷം വലിയൊരു പീരീഡ് അല്ലേ, 10 വർഷം ഞാൻ കൊണ്ടു നടന്നില്ലേ, അല്ല ഇനിയും മത്സരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ചേട്ടൻ മത്സരിച്ചാൽ ജയിക്കും, വോട്ടർമാരോട് കാര്യങ്ങളൊക്കെ വളരെ രസകരമായി പറഞ്ഞ് ഫലിപ്പിക്കാനും ഒക്കെയുള്ള ഒരു വാക്ചാതുര്യവും കഴിവുമൊക്കെ ഉണ്ട്. കൊല്ലത്ത് പിന്നെ മറ്റാര് അങ്ങല്ലാതെ എന്നുകൂടെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. അല്ല, എൻ്റെ സിനിമാ ജീവിതം വീണ്ടും ഒന്നുകൂടെ ഒന്ന് സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഏതാണ്ട് 5 ചിത്രങ്ങൾക്ക് അദ്ദേഹം കാൾ ഷീറ്റ് നൽകി. കാരണം മറ്റൊന്നുമല്ല, പുറത്ത് പ്രചരിക്കുന്നു ഇനി മുകേഷിന് സീറ്റില്ല എന്ന് ഉള്ള ഒരു പ്രചരണം ശക്തമാണ്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിരവധി സിനിമകളിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം വരികയും മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് 25 ദിവസം തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കൊല്ലത്ത് പലരെയും അന്വേഷിക്കുന്നുണ്ടെങ്കിലും ശരിയായ ഒരു കാൻഡിഡേറ്റ്, അങ്ങേക്കാൾ മികച്ച ഒരു കാൻഡിഡേറ്റിനെ കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അവസാനം അങ്ങിൽ തന്നെ വന്ന് ഈ സ്ഥാനാർത്ഥിത്വം വന്ന് നിൽക്കും, മത്സരിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം ഉറക്കെ ചിരിച്ചു. അത് വന്നാൽ കൊള്ളാമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് എന്ന്, രാഷ്ട്രീയക്കാരല്ലേ, അദ്ദേഹം അത് പറഞ്ഞില്ല. പക്ഷെ മറ്റൊന്ന് പറഞ്ഞു, താൻ ഇനി തൻ്റെ സിനിമ കലാജീവിതത്തിലേക്ക് ഒന്നുകൂടെ സജീവമാകുകയാണ്. കാരണം അദ്ദേഹത്തിനൊരു പശ്ചാത്തലമുണ്ട്. നാടക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് മുകേഷ് വരുന്നത്. ഓ മാധവൻ്റെ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയൊക്കെ ഒരു നാടക പശ്ചാത്തലം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുകയും അത് ചരിത്രത്തിൽ ഇടം നേടുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു വ്യഗ്രത അദ്ദേഹത്തിൽ കണ്ടു. ഞാൻ എന്താ അത്ര സീരിയസ് ആയി എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുകേഷ് കഥകൾ എന്ന് പറഞ്ഞ് അദ്ദേഹം വെള്ളി നക്ഷത്രത്തിൽ ഒരു പങ്ക്തി എഴുതിയിരുന്നു. അനിൽകുമാർ എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തകനാണ് അത് മുകേഷ് പറഞ്ഞു കൊടുക്കുന്നത് എഴുതിയത്. അപ്പോൾ ആ പങ്ക്തി മുകേഷ് കഥകൾ വളരെ ജനകീയമായിരുന്നു. ആൾക്കാർക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുകയും വളരെ ആവേശത്തോടു കൂടി വെള്ളി നക്ഷത്രത്തിൻ്റെ ഒരു റീഡർഷിപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒരു പങ്ക്തിയായിരുന്നു ഈ മുകേഷ് കഥകൾ. അത് പിന്നീട് പുസ്തക രൂപത്തിൽ ഇറങ്ങുകയും വാള്യങ്ങൾ വിറ്റഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മുകേഷ് കഥകളിൽ അദ്ദേഹം ക്യാമ്പസ് കാലത്തെ കഥകളും സിനിമയിലെ ചില കഥകളും പ്രൊഫഷണൽ നാടകരംഗത്തെ ചില കഥകളും ഒക്കെ അതിനകത്ത് വളരെ സവിസ്തരം രസകരമായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേകത, ഇപ്പോൾ സിനിമാ ലൊക്കേഷനുകളിൽ ഞാൻ ഏതാണ്ട് ഗജകേസരി യോഗം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് എന്ന് തോന്നുന്നു മുകേഷിനെ ആദ്യം കാണുന്നത്. PG വിശ്വംഭരൻ സംവിധാനം ചെയ്തത്. അപ്പോൾ അന്ന് മുകേഷ് വളരെ ചെറുപ്പമാണ്, ഞാൻ വളരെ ചെറുപ്പം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ അന്നൊക്കെ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ, അല്ലെങ്കിൽ മുകേഷ് അഭിനയിക്കുന്ന ഒരു ലൊക്കേഷനിൽ നമ്മൾ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു വലയം കാണും. സിനിമാ പ്രവർത്തകരും ആർട്ടിസ്റ്റുകളും. ഇപ്പോൾ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആണോ, ആ പ്രായഭേദമന്യേ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു ആസ്വാദക സംഘമുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ മുകേഷ് അവതരിപ്പിക്കുന്നത് മുകേഷിന് തൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള പ്രൊഫഷണൽ നാടകരംഗത്തു നിന്നും ക്യാമ്പസ് കാലത്തും അല്ലാതെയൊക്കെ ലഭിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ വളരെ രസകരമായി അവതരിപ്പിക്കുന്നതിലൊരു വൈദഗ്ധ്യം, അസാമാന്യ വൈദഗ്ധ്യം എന്ന് തന്നെ പറയണം. അത് കേട്ടാൽ നമ്മൾ ഓർത്തിച്ചിരിക്കും. അത്ര രസകരമായിട്ടാണ് അതിൻ്റെ ശബ്ദ നിയന്ത്രണത്തിലൂടെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ സാംബശിവനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നമ്മൾ എത്ര ഓർത്താലും അത് സാമ്പൻ കഥ പറയുന്നതിനേക്കാൾ രസകരമായിട്ടാണ് മുകേഷ് സാമ്പൻ്റെ ചില മാനറിസങ്ങളും ആ കഥാപ്രസംഗത്തിനിടെ പ്രേക്ഷകരിൽ നിന്ന് ചിലർ വരുമ്പോൾ ഉണ്ടാകുന്ന ആ കാര്യങ്ങളൊക്കെ പുള്ളി അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ കേരളപുരം കലാമിനെ കുറിച്ചും പിന്നെ കാവൽ സുരേന്ദ്രനെ കുറിച്ചും TK ജോണിനെ കുറിച്ചും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. എനിക്ക് വളരെ താല്പര്യമുള്ളതുകൊണ്ട് ഞാനിത് വളരെ ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടായി. അപ്പോൾ ഈ നിയമസഭാ ലൗഞ്ചിൽ അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങി വരുമ്പോൾ, അതായത് 10 വർഷത്തെ നിയമസഭാ കാലാവധി തീരുന്ന ദിവസം, അപ്പോൾ ഇനി ഇങ്ങോട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പറയാനൊക്കില്ല, പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ. അപ്പം ഈ മുകേഷ് കഥകൾ വിഷ്വലൈസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ സാങ്കേതികമായ AI സാങ്കേതിക വിദ്യയുടെ ഒരു കാലത്ത് ഈ SN കോളേജിൽ അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് SN കോളേജിലെ ഒരു സംഭവം, ആ സംഭവം വിഷ്വലൈസ് ചെയ്യുക. അത് വിഷ്വലൈസ് ചെയ്യുന്നത്
സംവിധായകൻ ടി.കെ. രാജീവ് കുമാറും അതിന് മേൽനോട്ടം വഹിക്കുന്നത് സംവിധായകൻ പ്രിയദർശനുമാണ്. അപ്പൊ അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഇതൊരു സാങ്കേതിക തികവുള്ള ഒരു വിഷ്വൽ സംഗതി ഉണ്ടാക്കിയിട്ട് സ്റ്റേജിൽ മുകേഷിന്റെ ഒരു വൺമാൻ ഷോ, അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ സജ്ജമാക്കുന്നത്. അപ്പൊ സിനിമയ്ക്കുള്ളിലെ കഥകളുണ്ടാവും, നാടകരംഗത്തെ കഥകളുണ്ടാവും, ഈ കാളിദാസ കലാകേന്ദ്രത്തിന്റെ നാടക അനുഭവങ്ങൾ, അതായത് നാടകം അവതരിപ്പിക്കാൻ റെഡിയായി നിൽക്കുമ്പോൾ പ്രധാന നടനില്ലാത്ത സന്ദർഭങ്ങൾ, പ്രധാന നടൻ സിനിമയിൽ അഭിനയിക്കാനായിട്ട് മദ്രാസ് മെയിലിൽ കൊല്ലത്തുനിന്ന് കയറി പോകുമ്പോൾ അവിടെ വെച്ച് പിടികൂടുന്ന ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ തോക്കുമായിട്ടൊക്കെ ഉള്ള ഒരുപാട് കഥകളുണ്ട്. അപ്പൊ ഇത്തരം കഥകൾ സംവിധായകൻ പ്രിയദർശനും രാജീവ് കുമാറിന്റെയും ഒരു ചെറിയ സംഘം ഇത് വിഷ്വലൈസ് ചെയ്തിട്ട് ഇത് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ നാടകവും സിനിമയും മോണോക് പ്ലേയും എല്ലാം ഒത്തുചേർന്ന് ഒരു സ്പർശമുള്ള ഒരു കലാരൂപമായി ഇതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് മുകേഷ് നടത്തുന്നത്. അത് വളരെ രസകരമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവതരിപ്പിക്കുന്നത് മുകേഷ് ആയതുകൊണ്ട് തന്നെയാണ്. മുകേഷ് മാത്രമാണ് സ്റ്റേജിലുള്ളത്, ബാക്കിയെല്ലാം പക്ഷെ നമ്മൾ ഈ സംഭവം നടക്കുന്നത് പോലെ അവിടെ നമുക്ക് അനുഭവവേദ്യമായിരിക്കും. അങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പണിപ്പുരയിലാണ്. അപ്പം കൊല്ലം അനാഥമാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയില്ല, കൊല്ലത്ത് നിരവധി ആൾക്കാരുണ്ട്, എന്നേക്കാൾ മിടുക്കന്മാരുണ്ട്. അപ്പോൾ എങ്കിലും അവസാനം മുകേഷിൽ വന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥി ആയേക്കാം. ആയാൽ അദ്ദേഹത്തിന്റെ അയത്ന ലളിതമായ നർമ്മരസത്തിലൂടെയുള്ള പ്രചരണങ്ങളും അദ്ദേഹത്തിന്റെ പങ്കാളിത്തവും ഒക്കെ കാണാൻ ഒരിക്കൽ കൂടി കൊല്ലംകാർക്ക് ഭാഗ്യം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണെന്ന് തോന്നുന്നു അദ്ദേഹത്തോട് ചോദിച്ചു, കൊല്ലത്ത് മുകേഷിനെ കാണാനില്ല, മണ്ഡലത്തിൽ കാണാനില്ല. അപ്പൊ മുകേഷ് അപ്പൊ തന്നെ അതിന് നല്ല രീതിയിലൊരു ഈ പ്രചരണ യോഗങ്ങളിലൊക്കെ മറുപടി കൊടുത്തു. ഒരു കാര്യം ചെയ്യാം, ഞാൻ രാവിലെ ചിന്നക്കട മുസ്ലിയാർ ബിൽഡിങ്ങിന്റെ താഴെ വന്ന് എല്ലാ ദിവസവും നിൽക്കാം, മണ്ഡലത്തിൽ കാണണമെന്ന്. അങ്ങനെ രസകരമായി ഓരോ കാര്യങ്ങളെ എടുക്കുകയും അതിനനുസരിച്ച് മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന മുകേഷ് വീണ്ടും സിനിമയിൽ സജീവമാകുന്നു. അതുപോലെ തന്നെ പുതിയൊരു കലാരൂപമായി അദ്ദേഹത്തിന്റെ മുകേഷ് കഥകൾ അരങ്ങിൽ കൊണ്ടുവരാനുള്ള, അതുവഴി അദ്ദേഹത്തിന്റെ ജീവിതവും ആ ജീവിത അനുഭവങ്ങളും ഒരു ചരിത്രമായി അത് ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്കും കൂടെ അദ്ദേഹം ഒരു പുതിയ ചുവടുവെക്കുകയാണ്. അപ്പൊ ആ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, കാളിദാസ കലാകേന്ദ്രത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസം ടി.കെ. ജാണും അതുപോലെ തന്നെ ഒ മാധവനും അഭിനയിക്കുന്ന നാടകത്തിന്റെ എന്തോ ഒരു സന്നിഗ്ധ ഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് സിനിമയാക്കിയാൽ ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞ് മമ്മൂട്ടി അദ്ദേഹത്തോട് വാക്ക് നൽകി. അപ്പൊ അത്രയ്ക്ക് രസകരമായ കഥകളാണ് ഈ പുതിയ കലാരൂപത്തിൽ സന്നിവേശിപ്പിച്ച് അദ്ദേഹം അരങ്ങിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. നമുക്കതിനായി കാത്തിരിക്കാം.